ലക്ഷം പൂക്കൾ കൊണ്ടുള്ള അലങ്കാരം. ദുബായ് മിറക്കിൾ ഗാർഡൻ. ഇത് കാണാൻ ദുബായിൽ പോകേണ്ട, കണ്ണൂർ പോലീസ് മൈതാനിയിൽ വന്നാൽ മതി. ഓണത്തോടനുബന്ധിച്ച് ഒരുക്കിയ വിസ്മയ ലോകം. അത്ഭുത കാഴ്ചകൾ കാണേണ്ടതു തന്നെ. ദുബായ് മിറക്കിൾ ഗാർഡൻ കൂടാതെ പോർച്ചുഗീസ് സ്ട്രീറ്റ്, പ്രേതങ്ങളുടെ ലോകമായ ഹൊറർ ഹൗസ്, അത്ഭുതങ്ങൾ ഒളിപ്പിച്ച വോർട്ടെക്സ് ടണൽ, റോബോട്ടിക് ഷോ, ആമസോൺ കാടുകളിൽ കണ്ടുവരുന്ന ഇഗ്വാന, അനാക്കൊണ്ട, അപൂർവ പക്ഷികൾ, ഇവയൊക്കെ ഓണം ട്രേഡ് ഫെയറിൻ്റെ ആകർഷണങ്ങളാണ്. ലോകത്തെ ഏറ്റവും ചെറിയ കുരങ്ങായ മാമോസെറ്റ് മങ്കിയും ഇവിടെയുണ്ട്. 360 ഡിഗ്രി സൂപ്പർ റിയാലിറ്റി ഡോം തിയേറ്റർ, ആകാശത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്ന അനുഭവവുമായി സ്കൈ ഡൈനിങ് തുടങ്ങിയവയും ഇത്തവണത്തെ ഓണം ട്രേഡ് ഫെയറിനെ വ്യത്യസ്തമാക്കുന്നു. കണ്ണൂർ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര ട്രേഡ് ഫെയർ ഉദ്ഘാടനം ചെയ്തു. പക്ഷേ ഇവിടത്തേക്ക് കടന്നു വരുമ്പോൾ ഒരു അത്ഭുത ലോകത്തിലെത്തിയ പോലെയാണ്. ഫ്ലവേഴ്സിനെ കൊണ്ടുള്ള എന്താ പറയുക, അത്രയും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള കാഴ്ചകളാണ്. എല്ലാവർക്കും വന്നാൽ നല്ല രീതിയിൽ ഫോട്ടോ എടുത്ത് ആസ്വദിച്ച് ഒരുപാട് സമയം ഇവിടെ ചെലവഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഒരു കാഴ്ച ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള ഒരു കാഴ്ച കണ്ണൂരുകാർക്ക് ഒരു പുതിയ അനുഭവമാണ്. ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഫെയർ, ഒരു ഓണത്തിന് ഇത്തരത്തിലുള്ള ഒരു ഫെയർ ഇവിടത്തേക്ക് കടന്നു വരുന്നത്. ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല. സാധാരണ നിലയിൽ എപ്പോഴുമുള്ള ഒരു ഓണം ഫെയർ എന്നാണ് ഞങ്ങൾ കരുതിയിരുന്നത്. പക്ഷേ ഇതിലേക്ക് കടന്നു വരുമ്പോഴാണ് ഇതൊരു മായാലോകത്തിൽ അകപ്പെട്ട പോലെയുള്ള അത്ഭുത കാഴ്ചകൾ കാണുന്ന പോലെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ലിഷ ദീപക്, മുഹമ്മദ് ഇർഷാദ്, പാർട്ട്ണർ രഘു മുഴപ്പിലങ്ങാട്, മാനേജർ ശ്രീഹരി നായർ തുടങ്ങിയവർ പങ്കെടുത്തു. ടിക്കറ്റ് നിരക്ക് ഒരാൾക്ക് 150 രൂപയാണ്. 4 ടിക്കറ്റ് ഒരുമിച്ചെടുക്കുന്നവർക്ക് 360 ഡിഗ്രി സൂപ്പർ റിയാലിറ്റി ഡോം തിയേറ്ററിലേക്കുള്ള ഒരു ടിക്കറ്റ് തികച്ചും സൗജന്യമായി നൽകുന്നതാണ്. 5 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് പ്രവേശനം സൗജന്യമായിരിക്കും. ശനി, ഞായർ, മറ്റ് അവധി ദിവസങ്ങളിലും രാവിലെ 11 മണി മുതൽ രാത്രി 10 മണി വരെയാണ് ട്രേഡ് ഫെയർ പ്രവർത്തിക്കുക. മറ്റ് ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 3 മണി മുതൽ രാത്രി 10 വരെയാണ് ട്രേഡ് ഫെയറിൻ്റെ പ്രവർത്തന സമയം. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ.